അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെയധികം സങ്കടമുണ്ടാക്കുന്ന, വളരെയധികം നെഞ്ചുലയ്ക്കുന്നൊരു വാർത്ത. കയ്യിൽ ഒരു ഫോട്ടോയും പിടിച്ച് ഒരു ഖബറിനരികിലിരിക്കുന്ന ഒരു സഹോദരൻ്റെ ചിത്രം. നീ നിരപരാധി എന്നുള്ള തലക്കെട്ടായിരുന്നു ആ ഒരു വാർത്തയിൽ കാണാൻ സാധിച്ചത്. തേജസ് ന്യൂസ് എന്ന് പറയുന്ന ഒരു പത്രവാർത്താ മാധ്യമത്തിലാണ് ഞാൻ ഈ ഒരു വാർത്ത കണ്ടത്. അവർ കൊടുത്ത വാർത്ത തലക്കെട്ടിങ്ങനെയാണ്: നീ നിരപരാധി. മുംബൈ ട്രെയിൻ സ്ഫോടനങ്ങളിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട കമാൽ അൻസാരിയുടെ ഖബറിന് സമീപം കോടതി വിധി വായിച്ച കുടുംബം. നോക്കൂ, 2006 മുംബൈയിൽ ഒരു ട്രെയിനിൽ സ്ഫോടനമുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരപരാധിയായ കമാൽ അൻസാരി എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യനെയും പോലീസ് പ്രതി ചേർക്കുകയാണ്. എന്നാൽ പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു. മരണപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ കുടുംബം മുംബൈ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെന്നുള്ള ആ ഒരു ഉത്തരവ് അവിടെ ഇരുന്നു കൊണ്ട് വായിക്കുന്നത്. നാഗ്പൂരിലെ ജാരി പാത്ക എന്ന് പറയുന്ന ഖബർസ്ഥാനിലാണ് ആരെയും വേദനിപ്പിക്കുന്ന ഈ ഒരു കാഴ്ച കാണാൻ സാധിച്ചത്. നമുക്ക് അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു, അദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ള ആ ഒരു വിധി 4 വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. അതിനുശേഷമാണ് ആ ഒരു കോടതി വിധി ആ ഒരു കുടുംബം ഖബറിനരികിൽ വന്നുകൊണ്ട് വായിക്കുന്നത്. 2015 പ്രത്യേക മക്കോക്ക കോടതി കുറ്റവിമുക്തനാക്കിയ ഡോക്ടർ അബ്ദുൽ വാഹിദ് ഷെയ്ഖും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കോടതിക്ക് കുറ്റവിമുക്തനാക്കി. പക്ഷെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട 16 വർഷങ്ങളുടെ കാര്യമോ? ഇക്കയുടെ മക്കൾ പിതാവിന്റെ സാന്നിധ്യമില്ലാതെ വളർന്നു. ഇത്ത നാണക്കേടിന്റെ നിഴലിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ജമാൽ അഹമ്മദ് പറഞ്ഞ വാക്കുകളാണിത്. 2006 നടന്ന സ്ഫോടനങ്ങളിൽ ബീഹാറിലെ മധുബനി സ്വദേശിയായ കമാൽ അൻസാരി അടക്കം 12 പേരെയാണ് മക്കോക്ക കോടതി 2015 ശിക്ഷിച്ചിരുന്നത്. ഇദ്ദേഹത്തെ അടക്കം 5 പേർക്ക് വധശിക്ഷ വിധിച്ചു. എന്നാൽ പിന്നീടാണ് ബോംബെ ഹൈക്കോടതി ഇവർ നിരപരാധികളാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിടുന്നത്. യഥാർത്ഥ പ്രതികൾ മറ്റാരോ ആണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി അപ്പീൽ പരിഗണിക്കുന്ന കാലത്താണ് കമാൽ അൻസാരി ജയിലിൽ കിടന്നുകൊണ്ട് മരണപ്പെട്ടു പോകുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോവാതെ നാഗ്പൂരിലാണ് അടക്കിയത്. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായിട്ടും ആ മനുഷ്യൻ 1ഉം 2ഉമല്ല 16 വർഷക്കാലമാണ് ജയിലിൽ കിടന്നത്. ആ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. നിരപരാധിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു മുസ്ലിമായതിന്റെ പേരിൽ, ഒരു തൊപ്പി വെച്ചതിന്റെ പേരിൽ, ഒരു താടി വളർത്തി എന്നുള്ളതിന്റെ ഒരു പേരിൽ ആ മനുഷ്യനെ ഒരു ക്രൂരനാക്കി, തീവ്രവാദിയാക്കി, വർഗീയവാദിയാക്കി ആ മനുഷ്യനെ ചിത്രീകരിച്ച് അദ്ദേഹത്തിനെ ഇല്ലാത്ത കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്നു. നിരപരാധിയായ മനുഷ്യൻ 16 വർഷങ്ങൾ ജയിലിൽ കിടന്നുകൊണ്ട് മരണപ്പെടുന്നു. അവസാനം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം കോടതി പറയുന്നു അദ്ദേഹം നിരപരാധിയാണെന്ന്. നോക്കിയതൊരു മനുഷ്യന്റെ മാത്രം അവസ്ഥയല്ല. നമ്മുടെ രാജ്യത്ത് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ പലപ്പോഴായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിത്. താടിയും തൊപ്പിയും വെച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ അവനെ തീവ്രവാദിയാക്കുക, വർഗീയവാദിയാക്കുക എന്നുള്ളൊരു അജണ്ട. അത് തന്നെയാണ് വർഗീയവാദികൾ പലപ്പോഴായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആ വ്യക്തി താടിയും തൊപ്പിയും വെച്ച് നടക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, പിന്നെ ആ ഒരു മനുഷ്യനെ തീവ്രവാദിയാക്കുന്നൊരു പ്രവണത കാലാകാലങ്ങളായി ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് ചുക്കാൻ പിടിക്കുന്നത് വർഗീയവാദികൾ തന്നെയാണ്. നമുക്കറിയാം, ഒരു തെറ്റുപോലും ചെയ്യാത്ത നിരപരാധികളായ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അബ്ദുൽ നാസർ മഅദനി ഉസ്താദ്, അദ്ദേഹത്തിന്റെ ജീവിതം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ മനുഷ്യൻ എത്ര വർഷമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത്. അവസാനം ഇതുപോലെ തന്നെ അദ്ദേഹം നിരപരാധിയാണ് എന്ന് കോടതി വിധി പുറപ്പെടുവിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം തകർന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, വലതുകാൽ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഓരോന്നും വലിയ രീതിയിൽ മാരകമായ അസുഖങ്ങൾ ബാധിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ കടന്നുപോയി. അത്തരത്തിൽ വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ് എല്ലാ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചതിന് ശേഷം കോടതി വിധി പുറപ്പെടുവിക്കുകയാണ് ആ മനുഷ്യൻ നിരപരാധിയാണെന്ന്. ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ കാലാകാലങ്ങളായി കാരാഗൃഹത്തിൽ അടച്ചത്. നോക്കി, ഇത്തരത്തിൽ നിരപരാധികളായ മനുഷ്യരെ ഇത്തരത്തിൽ വളരെയധികം ദ്രോഹിക്കുന്ന, ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു മനുഷ്യന്മാരും ഈ ലോകത്ത് അനുഭവിക്കാതെ കടന്നു പോകില്ല. എല്ലാവന്മാരും അനുഭവിക്കും, ഓരോരുത്തരും അനുഭവിക്കും. കാലം കണക്ക് ചോദിക്കാതെ ഒരിക്കലും കടന്നു പോകില്ല. ഇതോടൊപ്പം ഒരു ചരിത്രം കൂടി ഞാൻ പറഞ്ഞു പോകാം. ഒരു മനോഹരമായ ഒരു സ്വഹാബിയുടെ ചരിത്രം. റബദയിലൊരു ഖബറുണ്ട്. ചരിത്രത്തിൽ അബൂദർ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനുഭാവന്റെ ഖബർ. അവിടെ കുടുംബത്തോടൊപ്പം ജനത്തിരക്കുകളിൽ നിന്നും അകന്നു കഴിയുകയായിരുന്നു മഹാൻ. മഗ്റൂർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
ഞാൻ അബൂദറിനെ റബദയിൽ വെച്ച് കണ്ടു. അദ്ദേഹവും അടിമയും ഒരുപോലെ മുന്തിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം? മഹാനവർകൾ അതിന് മറുപടിയായി പറഞ്ഞത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു അടിമയെ ഉമ്മയുടെ നിറം പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ഉപദേശിച്ചു, നിന്നിൽ ജാഹിലിയത്ത് ശേഷിപ്പുണ്ട്. അടിമകളും നിങ്ങളുടെ സഹോദരങ്ങളാണ്. അള്ളാഹുവാണ് അവരെ നിങ്ങളുടെ അധികാരത്തിലേക്ക് ഏൽപ്പിച്ചു തന്നത്. അവർക്ക് കഴിയാത്തത് കൽപ്പിക്കരുത്. പ്രയാസമുള്ള ജോലികളിൽ അവരെ സഹായിക്കുകയും വേണം. നാം തിന്നുന്നത് തന്നെ അവർക്ക് തിന്നാൻ കൊടുക്കണം. നാം ധരിക്കുന്നത് തന്നെ അവരെ ധരിപ്പിക്കണം. ആ ഉപദേശമാണ് ജീവിതാവസാനം വരെ മഹാൻ പുലർത്തിപ്പോരുന്നത്. ആ സംഭവം ഇങ്ങനെയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ അബൂദർ റളിയല്ലാഹു അൻഹു കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചാക്ഷേപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത് വല്ലാതെ വേദനിപ്പിച്ചു. നബി തങ്ങളുടെ മുഖം ചുമന്നു, കോപാകുലനായി, താങ്കളിൽ ഇപ്പോഴും അപരിഷ്കൃതത്തിന്റെ അവശിഷ്ടങ്ങൾ ബാക്കി കിടപ്പുണ്ടല്ലേ? താങ്കൾ ബിലാലിനെ മാതാവിന്റെ പേരിൽ ആക്ഷേപിച്ചുവല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദറിന് നേരെ ചോദ്യശരങ്ങൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. പശ്ചാത്താപ വിവശനായ പ്രവാചക ശിഷ്യൻ ഉടൻ ബിലാലിനെ തേടിയിറങ്ങി. കറുകറുത്ത ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് മാപ്പിരന്നു. അബൂദർ ആളാകെ മാറി. ജീവിതാവസാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം മനസ്സകത്ത് കൊണ്ടു നടന്നുവെന്നാണ് ചരിത്രം. ഒരു വഴിയരികിലൂടെ പോകുമ്പോൾ തെറ്റു ചെയ്ത മനുഷ്യനെ ആക്ഷേപിക്കുന്ന ഒരു കൂട്ടം ആളുകളെ മഹാൻ കണ്ടു. നിങ്ങൾ സഹോദരനെ ആക്ഷേപിക്കരുത്, മറിച്ച് നിങ്ങളെ നല്ലവരാക്കി അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് ഉപദേശിച്ചു. ഇരുളുമൂടിയ ജാഹിലിയ കാലഘട്ടമായിരുന്നു മഹാനവർകളുടേത്. വഴികൊള്ളക്കാരനായിരുന്നുവെങ്കിലും ബിംബങ്ങളെയൊന്നും ശ്രദ്ധിക്കാതെ ഏകദൈ വിശ്വാസിയായി ജീവിച്ചു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനം പെട്ടെന്ന് ബോധിക്കുകയുണ്ടായി. അഞ്ചാമനായി അദ്ദേഹം കടന്നുവരികയും ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞ സ്വഹാബി എന്ന മഹത്വവും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. പിന്നീട് മദീനയിൽ വെച്ചാണ് കുടുംബത്തോടൊപ്പം പരസ്യമായി മുസ്ലിമീങ്ങളുമായി കൂട്ടുകൂടുന്നത്. അപ്പോഴേക്കും ബദറും ഉഹുദുമെല്ലാം കഴിഞ്ഞിരുന്നു. പിന്നീട് നടന്ന യുദ്ധങ്ങളിൽ പതാകയേന്തിയും മദീനയിൽ തങ്ങൾക്ക് പകരം നിന്നും സജീവമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ട സമയം ചില ആളുകളെ കാണുന്നില്ല. അന്വേഷണം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പേരുകൾ വെളിപ്പെടുത്തി. ഓരോരുത്തരുടെ പേര് കേൾക്കുമ്പോഴും തങ്ങൾ പ്രതിവചിച്ചു, അവനിൽ വല്ല ഗുണവുമുണ്ടെങ്കിൽ നിങ്ങളോട് അവൻ ചേരും, ഇല്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ആ കൂട്ടത്തിൽ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ പേരും പറഞ്ഞു. മഹാനവറുകളുടെ വാഹനം വളരെ മെല്ലെയാണ് നീങ്ങുന്നത്. മഹാനവറുകൾ ഭാണ്ഡക്കെട്ടുകൾ മുതുകിലേറ്റി ഒട്ടകത്തെയും നയിച്ച് നടക്കുകയായിരുന്നു. ഒരു സ്വഹാബി പറഞ്ഞു, അതാ ഒരാൾ വരുന്നു. എല്ലാവരും അങ്ങോട്ട് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് അബൂദർ ആവും. അടുത്തെത്തിയപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അതെ, അബൂദർ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂദറിനെ അള്ളാഹു കരുണ ചെയ്യട്ടെ. അദ്ദേഹം ഒറ്റയ്ക്ക് നടക്കും, ഒറ്റയ്ക്ക് മരിക്കും, ഒറ്റയ്ക്ക് തന്നെ പുനർജനിക്കും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നു. പക്ഷെ ആ വാക്കുകൾ പുലരുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വരെയും ഖലീഫമാരോടും ഗവർണർമാരോടുമെല്ലാം അഭിപ്രായങ്ങൾ പങ്കുവച്ചും ഇടപെട്ടും സമൂഹത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു. പിന്നീട് റബദയിലേക്ക് യാത്ര പോവുകയാണ്. ഏകാന്തതയെ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ജനങ്ങളിൽ നിന്നും ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും അകന്നുകൊണ്ട് അദ്ദേഹം റബദയിൽ കഴിഞ്ഞു. വഫാത്തിനോട് അടുക്കുകയാണ്. അദ്ദേഹം മകളോട് ചോദിച്ചു, വല്ലവരെയും കാണുന്നുണ്ടോ? ഇല്ല എന്ന് മകൾ മറുപടി പറഞ്ഞു. എങ്കിൽ ആടിനെ അറുത്ത് ഭക്ഷണം തയ്യാറാക്കൂ, ആരോ വരുന്നത് കണ്ടു. അപ്പോഴേക്കും മഹാൻ വഫാത്തായിരുന്നു. മക്കളോട് നേരത്തെ പറഞ്ഞ പ്രകാരം ആ യാത്രക്കാർക്ക് മയ്യത്ത് കാണിച്ചു. ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. മഹാൻ കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം പുലരുന്ന കാഴ്ച കണ്ട് അത്ഭുത പരതന്ത്രനായി. കർമ്മങ്ങളെല്ലാം ചെയ്ത് ആ മണ്ണിലടക്കം ചെയ്ത് അവർ യാത്ര തുടങ്ങാനൊരുങ്ങുമ്പോൾ മകൾ പറയുകയാണ്, ഉപ്പ നിങ്ങളോട് സലാം പറയാൻ ഏൽപ്പിച്ചിരുന്നു, ഭക്ഷണം കഴിച്ചേ പോകാവൂമെന്ന് പറഞ്ഞിരുന്നു. അവർ ആ വസിയത്ത് അനുസരിക്കുകയാണ്. ഇതാണ് ആ മഹാനവറുകളുടെ ചരിത്രം.